നിങ്ങൾ വെളിയിലായി പോയല്ലേ? സോറി. ആ കേറിപ്പോരെ. ഇത് പൂട്ടിയിട്ട് പോവാൻ നിന്നോട് ആര് പറഞ്ഞു? ഇല്ലെങ്കിൽ കള്ളം കയറിയില്ല അമ്മേ. ഈശ്വരനല്ലേ പിരിച്ചുവിട്ടു, ഗോമതിയെ പിരിച്ചുവിട്ടു. വേറെ ആരിരിക്കുന്നു? ഗീതയെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞാനെങ്കിലും ഇവിടെ കാവലിരുന്നേനെ. കേട്ടോമേ, അമ്മയുടെ പ്രസംഗം തകർത്തു. കുടുംബ ഭദ്രതയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ പറ്റി അമ്മ ഒരു കലക്ക് കളിക്കില്ലേ? അത് കേട്ടപ്പോ നിർത്തി. അമ്മ വിശക്കുന്നു. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ചൈനീസ് ഫുഡ്. വേണ്ട വേണ്ട, അതിന് കുഞ്ഞിന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്. വേണ്ടതെല്ലാം അടുക്കളയിലും ഉണ്ട്. അവരുണ്ടാക്കിക്കോളും, അവര് കഴിച്ചോളും. നിന്റെ ഔദാര്യം ഒന്നും അവർക്ക് വേണ്ട. വാ. ഇതെല്ലാം അവള് പറഞ്ഞു ചോദിച്ചിട്ടുള്ളതാ. നേരെ അമ്മേ, ഞാൻ പോയി കഞ്ഞി വെക്കാം. കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണ് പാചകം ചെയ്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന അമ്മായി അമ്മയും നാത്തൂനെ ഇറന്നോട്ടെ. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ച് ചത്തുകൊത്തുന്നില്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞാണ്, കേട്ടോ? ഇതൊക്കെ ഒരു ആവശ്യമാണ് ഗീതേ. ഇത്രയും വയസ്സായ അമ്മയെ ഇനിയെങ്കിലും നല്ലപോലെ വളർത്തിയെടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാവും. നിങ്ങൾ ശാരി മാറ്റിട്ടോ. മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനൊന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തു? അതിന് ഞങ്ങളാണ് നിന്റെ അച്ഛനെ കൊന്നത്. ഇത് നല്ല ഏർപ്പാടാ. വല്ലവരും കേട്ട എന്ത് വിചാരിക്കും? എനിക്ക് വന്ന് കത്തുകൾ തന്നിരുന്നെങ്കിൽ. അതിന് കത്ത് ഞങ്ങളുടെ കിട്ടിയിട്ട് വേണ്ടേ? പോസ്റ്റ്മാൻ ബിന്ദുവിന്റെ കയ്യിലാണ് കത്ത് കൊടുക്കുന്നത്. അവള് വല്ലയിടത്തും കളഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം? കുഞ്ഞല്ലേ, അവൾക്കെന്തറിയാം? ഇതേ മരിച്ച വിവരം ഇവിടെ അറിയിച്ചില്ലായിരുന്നോ? അറിയിക്കൊക്കെ ചെയ്തു. പിന്നെന്താ പോയിരുന്നത്? ഉണ്ണി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ആ വീട്ടിൽ പോകാൻ കൊള്ളാമോ? മരണത്തിന് മുമ്പ് സ്റ്റാറ്റസ് നോക്കിനി. ചോക്ലേറ്റ് വേണോ? വേണം. ആ ഇത് വെച്ചോ. ആ പിന്നെ അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോള് നേര് പറയുമോ? ആ, പോസ്റ്റ്മാൻ മോളുടെ കത്ത് കൊണ്ട് തന്നായിരുന്നോ? തന്നു. ഗീതാന്റിക്ക് കൊടുക്കാനാ തന്നത്. എന്നിട്ട് അമ്മ കൊടുത്തോളാന്നും പറഞ്ഞ് മേടിച്ചു. എന്നിട്ട് എന്തുണ്ടായി? മുത്തശ്ശി അമ്മയും കൂടെ മുറിയിലിരുന്ന് വായിച്ചിട്ട് കേറി കളഞ്ഞു. എടിയടി, എന്തിനാണ് ഉള്ള നാണെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശി എന്നെ എഴുത്ത് കീറി കളഞ്ഞത്. മോളെ, ഞാൻ അപ്പുറത്തെ കളിച്ചോ. ചേച്ചി, ഞാൻ പറയുന്നത് ക്ഷമിക്കണം. ചേച്ചി ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ പാടില്ലെന്നോ? എന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയാണ്. ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടാണ്. അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മകൾ അപകടകാരിയാണ് എല്ലാ തരത്തിലും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു. ഇനി അത് സമ്മതിച്ചു തരാൻ മനസ്സില്ല. ഇവിടെ ഞാനും എന്റെ ഭാര്യയുണ്ട്. ചേച്ചി ഇന്ന് തന്നെ സ്ഥലം വിടണം. അളിയന് പടക്കമൊന്നുമില്ലല്ലോ. എന്തിന്? ഇവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകാനല്ലേ ഞാൻ നിൽക്കുന്നത്. ഉണ്ണി, നീയും ഇവന്റെ കൂട്ടത്തിൽ കൂടുകയാണോ? അതിനൊന്നും എനിക്ക് സമയമില്ലമ്മേ. ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെ കൂടുന്നേ ഉള്ളൂ. സുലോനെ, വേഗം പോകാതിരിക്കും. ഇവളെ കൊണ്ടുപോയാൽ ഇവിടെ ഉദ്യോഗമോ? അങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുമെന്ന് നോക്കും, ഇല്ലെങ്കിൽ ഉദ്യോഗം വേണ്ടത് നോക്കും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. വിടുന്നില്ലെങ്കിൽ പിന്നെ മകളൊന്നും ഇവിടെ തന്നെ വന്നോളും. ഞാനിങ്ങോട്ട് വരികയില്ല. നിനക്ക് സമ്മതമാടി? ഞാനും വരാം. സുനാദിനെ, ഞാനിവിടെ നിൽക്കുന്നതിലല്ല അവന് വഴക്ക്. ഞാൻ പോയേക്കാം. അപ്പൊ നിന്റെ ഭാര്യ ഓടി ഓടി ഇവിടെ വരെ എത്തിച്ചു കാര്യങ്ങളല്ലേ? അവളെ വെറുതെ വിട്ടേക്കമ്മേ. നിനക്ക് നിന്റെ സഹോദരേക്കാൾ വലുത് ഭാര്യയാണ് അല്ലേടാ? എന്താ സംശയം? അങ്ങനെയല്ലേ വേണ്ടത്? എന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് ഭാര്യയാണ്. സഹോദരി പ്രസവിക്കേണ്ടത് അളിയന്റെ കുഞ്ഞിനെയാണ്. വലിയ അകലമില്ലേ ഈ ബന്ധങ്ങൾ തമ്മിൽ? ശരി, നീ നിന്റെ ഭാര്യയോടൊന്നിച്ച് ഇവിടെ കഴിഞ്ഞോളൂ. എന്റെ മകളോടൊന്നിച്ച് ഞാനും പോകുന്നു. ഇനി ഞാൻ ഇവിടെ താമസിക്കില്ല. അമ്മേ, അതൊരു നല്ല തീരുമാനമല്ല. അമ്മ താമസിക്കേണ്ടത് മകന്റെ ഭാര്യയോടൊന്നിച്ചാണ്. ഇവനോടൊന്നിച്ച് താമസിക്കാനോ? ഇവൻ എന്ന് ഇവിടെ നിന്ന് പോകുന്നോ അന്നല്ലാതെ ഞാൻ ഈ വീട്ടിൽ കാലം വെക്കില്ല. മൈ ഗോഡ്, അടുക്കളക്കകത്ത് ചീട്ടുകളിയോ?
എന്താ കൂടുന്നോ കാശേറ്റാ നിർത്തി ധിക്കാരികളെ നിർത്തിയിട്ടിപ്പോ എന്ത് വേണം? നീയൊക്കെ അവിടുത്തെ വീട്ടിൽ ജോലി ചെയ്യുന്നാണോ? നിങ്ങൾ നിങ്ങളുടെ പോക്കിൽ പോകും പറഞ്ഞേ പെൺപറഞ്ഞോളൂ. പിന്നെ ആരാ മൈസ്രേട്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി പഠിച്ചാ മതി. ഇവിടെ ഞങ്ങൾക്ക് ശമ്പളം തരുന്നതേ വേറെ ആണുങ്ങളാ. എന്താ പറഞ്ഞത്? കുന്തം. കഴിഞ്ഞ പ്രാവശ്യം വന്ന് അലച്ചണ്ട ഉണ്ടാക്കിയിട്ട് പോയപ്പം ഇനി വരിയല്ലെന്നാ കരുതിയത്. പിന്നെയും വലിഞ്ഞവര് വന്നിരിക്കുന്നു. നാശം. സ്വന്തം വീട്ടിൽ നിൽക്കാതെ ബന്ധുവീട് ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പോയി പണിമാക്ക് കൊണ്ടുവന്നാലേ. നിന്നെല്ലാം ഈ നിമിഷം ഇവിടെ നിന്ന് പിരിച്ചു വിട്ടില്ലെങ്കിൽ എന്റെ പേര് വസുന്ധരാമന്നല്ല. തമ്പി 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 എവിടെ? അപ്പഴേ നിങ്ങളുടെ ഈ കമ്പി കമ്പി എന്നുള്ള വിളി എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം എന്റെ ഭർത്താവാണ്, അല്ലാതെ നിങ്ങളുടെ വേലക്കാരനൊന്നുമല്ല കമ്പി കമ്പി എന്ന് വിളിക്കാൻ. രാജലക്ഷ്മി അമ്മേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്താ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇവിടെ വന്ന് കുറെ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി. അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇനിയൊരു കാര്യം, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാമെന്ന് നിന്നാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കോ? അറിയാൻ പാടില്ലാത്ത പിന്നെ പഠിപ്പിച്ചാരായിരിക്കാൻ നോക്കുവോ? ഇങ്ങനെ ഉണ്ടോ ഒരു നാശം? എന്താ എന്തുണ്ടായി? തമ്പി ദാ പിന്നെയും വന്ന് കമ്പി. നിങ്ങളെ ഈ കമ്പി കൊണ്ട് നിർത്തണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. വിളിക്കണമെന്ന് അവരെ നിർബന്ധമാണെങ്കിൽ തമ്പി സാറേ എന്ന് വിളിച്ചുകൂടെ? എന്ത് സംഭവിച്ചു? തമ്പി സാറേ അങ്ങനെ വിളി. നിങ്ങളുടെ വീട്ടു ജോലിക്കാരും ഭാര്യയും എന്നെ അപമാനിച്ചു. നിങ്ങൾ ഉടനെ ഒരു സമാധാനം ഉണ്ടാക്കണം. അയ്യോ, രണ്ടും പ്രബല ശത്രുക്കളാണല്ലോ. കേട്ടോ മിസസ് മേനോൻ, വീട്ടുജോലിക്കാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അവരുടെ ആക്രമണം തുടങ്ങുന്നുവെന്നാണെന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഭാര്യ, അതിലും കുഴപ്പം. ഇവളാണോ ഭാര്യ അതോ ഞാനാണോ ഭാര്യ എന്നുള്ളത് ഇന്നും തീരുമാനത്തിലെത്തിയിട്ടില്ല. പിന്നെ മിസസ് മേനോന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് കേൾക്കാം. ഏറ്റെന്നാ തോന്നണേ. ഉണ്ണി, എന്നെ അപമാനിക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്? എന്താമ്മേ, എന്ത് സംഭവിച്ചു? ഉണ്ണിയുടെ അമ്മയും ഇവിടുത്തെ വീട്ടു ജോലിക്കാരും എന്നെ അപമാനിച്ചു. ഉണ്ണിയുടെ അച്ഛനുമായി സൈഡ് ചെയ്യുന്നു. ഓഹോ, അങ്ങനെയാണോ കാര്യം? ഇതിനുടനെ ഒരു സമാധാനം ഉണ്ടാക്കണം. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അമ്മ പറയൂ, എന്ത് ചെയ്യണം? ഈ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ മാറണം. ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നമുക്ക് വേറെ താമസിക്കാം. അത് നടക്കില്ല അമ്മേ. എന്തുകൊണ്ട് നടക്കില്ല? എന്റെ ഭർത്താവിന് സ്വന്തമായ ഒരു വീടുള്ളപ്പം ഞാൻ വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് ന്യായമാണോ അമ്മേ? അപ്പൊ ഞാൻ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇവിടെ താമസിക്കണമെന്നാണ് നീ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങളോട് ഒന്നിച്ച് ഇങ്ങോട്ട് പോരണ്ടെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞത്. അമ്മ കേട്ടോ? അമ്മ കൂട്ടത്തിൽ പോരാൻ വാശി പിടിച്ചപ്പോ പറയാമെന്നല്ലാതെ ബലം പ്രയോഗിച്ച് തടയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുകൾ ഇനിയും കൂടാനാണ് സാധ്യത. സുലേനെ, നിന്റെ സ്വന്തം അമ്മയുടെ കാര്യമാണെങ്കിലും പറയുന്നത് ക്ഷമിക്കുക. അവർക്ക് വട്ട. അച്ഛാ, ഏതമ്മയുടെ കാര്യാ പറയുന്നത്? പിന്നല്ലേ കൊല്ലും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്നെന്നും സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ. തമ്പി സാറേ, ഞാൻ എന്തായി കാണുന്നത്? എന്തു പറയാനാണ് മിസസ് മേനോൻ? പിള്ളേര് പോയി ദേശീയ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുമോ? മക്കളെ, അതിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കേ. എന്റെ കാലിലാരും തൊടണ്ട. രാധികേ, നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? മുത്തശ്ശിക്ക് വട്ടുണ്ടോ? മുത്തശ്ശിക്ക് വട്ടുണ്ടെന്ന് അച്ഛനും അമ്മയും പറയുന്നു. നേരാണോ മുത്തശ്ശി? എനിക്ക് വട്ടാണെന്നോ?